നല്ല മണം വരുന്നുണ്ട്. അതെ, ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട്. ഉണ്ട്. ഇനിയിപ്പം വെളുത്തുള്ളി ചേർക്കുവാണ്. ഒരു 4 ലൈൻ പാടാം. ഒരു പഴയ കാലത്തെ ഒരു പാട്ട് കഴിക്കാൻ നേരത്താണ് ഞാൻ നല്ല സഹായമായിരിക്കും. അതെ അതെ, അത് വേണമല്ലോ. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അപ്പോൾ വഴിയെ നമ്മുടെ ആ പൊടിക്കൈകളൊക്കെ എല്ലാവരോടും പറഞ്ഞു. അതെ, എല്ലാവർക്കും കാണാം. നമസ്കാരം. വീണ്ടും നമ്മുടെ മേരിയമ്മയുടെ അടുത്ത് പുതിയൊരു വിഭവത്തിൻ്റെ ഒരു പാചകത്തിൻ്റെ വീഡിയോ ആയിട്ട് മേരിയമ്മയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ വരുമ്പോൾ തന്നെ അമ്മ എല്ലാം സെറ്റ് ചെയ്താൽ വെച്ചിരിക്കുക. ഇന്ന് നോക്കിയിട്ട് ബീഫാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. ബീഫിന് എന്തെങ്കിലും പ്രത്യേക സ്റ്റൈലിലാണ്? ബീഫിനൊരു ചെറിയൊരു സ്റ്റൈലുണ്ട്. എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടാവും. ഏത് കറിക്കും ഒരു വ്യത്യസ്ത സ്റ്റൈലുകൾ ഉണ്ടാകാറുണ്ട് അല്ലേ? അതെ. കാഞ്ഞിരപ്പള്ളിക്കാർക്ക് പ്രത്യേകമായിട്ട് നാടൻ ഫ്രൈ ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട്. അപ്പൊ വഴിയെ നമ്മുടെ ആ പൊടിക്കൈകളൊക്കെ എല്ലാവരോടും പറഞ്ഞു തരാം. എല്ലാവർക്കും നമുക്ക് എന്നാലും പാചകം ചെയ്യാൻ തുടങ്ങാം. ഓക്കെ. അപ്പൊ എന്നൊക്കെ ഇനി ചെയ്യാൻ പോണത്? ആദ്യമായിട്ട് 1 കപ്പ് എണ്ണ. എന്റെ സഹായം എന്തെങ്കിലും വേണേ പറയണം കേട്ടോ. പുതിയ സ്റ്റൈലുകൾ ഉണ്ടാക്കണം. അതെ അതെ. 1 കപ്പ് എണ്ണ പിടിക്കുകയാണ്. അമ്മച്ചിയുടെ സ്പെഷ്യൽ ബീഫ് ഉലർത്താണ് നമുക്ക് വേണ്ടി ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ചൂടായി. ഇനിയിപ്പോൾ എന്താ? കടുക് അല്ലേ? കടുക്. ഓക്കെ. എല്ലാം സ്പീഡ് ചെയ്തോട്ടോ, ഞാൻ കണ്ടോണ്ടിരിക്കുന്നുള്ളൂ. എന്നാ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, സഹായമൊക്കെ ചെയ്തു തരും. കഴിക്കാൻ നേരത്താണ് ഞാൻ നല്ല സഹായമായിരിക്കും. അതെ അതെ, അത് വേണമല്ലോ. അതെ. അല്ലെങ്കിൽ ഈ ബീഫ് ഉലർത്തുന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അതെ അതെ വേഗം ധൃതിയാ. അത് വേഗം അതെ, അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. വേഗം തന്നെ തരാം. അപ്പം പിന്നെ ബീഫ് നമ്മൾ വേറെ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഏത്? കുക്കറിൽ. അതെ. ഓക്കെ. ഈ കുക്കറിൽ വേവിക്കുമ്പം വേറെ എന്തെങ്കിലും അതിനകത്ത് ചേർത്താണ് വേവിക്കുന്നത്? അതെ 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 അതെ. എന്തൊക്കെയാ അതിനകത്ത്? പെരിഞ്ജീരകം മുഴുവനോടെ ഇടും, പൊടിക്കാതെ തന്നെ. പിന്നെ സ്വല്പം ഉള്ളി, ഇത്തിരി മഞ്ഞൾ, ഉപ്പ്, കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കുന്നത്. ഇനിയിപ്പം അടുത്തതായിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞു. തേങ്ങാക്കൊത്ത് ഇട്ടു. നമുക്ക് കുറച്ച് സ്വല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറച്ച്. എളുപ്പത്തിൽ വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഈ ഉപ്പ് ചേർക്കുന്നത്. അതെ അതെ അതെ. അതൊക്കെ ഓരോ പൊടിക്കൈകളാണല്ലേ? പൊടിക്കൈകളാണ്. ഒരു മഴയ്ക്കൊക്കെ സാധ്യതയുണ്ടായിരുന്നു. അന്നേരത്തേക്ക് നമുക്ക് റെഡിയാക്കാൻ പറ്റും. സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം, എന്നാൽ തേങ്ങാക്കൊത്തിനൊരു നല്ല കളർ കിട്ടും. ഇത് തേങ്ങ എന്തോരം ഉണ്ട്? തേങ്ങ അരമുറി തേങ്ങ. മഞ്ഞളൊക്കെ ഇട്ട് അതെ, നല്ല ഇളക്കിയെടുക്കുക. അതെ അതെ. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ഇനിയിപ്പം വെളുത്തുള്ളി ചേർക്കുവാണ്. ഇതിൻ്റെ കൂടെ ഇഞ്ചി അരിഞ്ഞത്. വെളുത്തുള്ളി, ഇഞ്ചി. ഇനി ചുവന്നുള്ളി ഒരു നല്ലതുപോലെ 2 കൈ, ഒരു പിടി വേണം. ഒരു പിടി അരിഞ്ഞത് ഒരു പിടി. അതെ. ഇത് വേഗം മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ലപോലെ ഉള്ളിയൊക്കെ വഴന്ന് വരാൻ സ്വല്പം ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. ബീഫൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ടോ? ഉണ്ട്. അതെ. ഇത് ബീഫ് ഉലർത്ത് തന്നെയാണോ അതോ കറിയും? അല്ല, ഇത് സാധാരണ കൂടുതലും അങ്ങനെയാണ് വെക്കുന്നത്. ഉലർത്തി തന്നെയാണ് വെക്കുന്നത്. സ്പെഷ്യൽ ആയിട്ട് തന്നെ എടുത്തേക്കും. അത് തന്നെ. അതെ. പിന്നീട് ഡാൻസ് ഒന്നും കളിച്ചില്ലേ? ഡാൻസ് കളിയൊക്കെ നിർത്തി.
അമ്മ കഴിഞ്ഞ പ്രാവശ്യം പാടിയ കവിത ഉണ്ടല്ലോ, ഒത്തിരി പേര് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു. നല്ല മനോഹരമായ കവിതയാണെന്ന്. ആരൊക്കെ വിളിച്ചായിരുന്നോ? ആൾക്കാർ വിളിച്ചായിരുന്നു, ഇഷ്ടം പോലെ. അതുപോലെ ഏതെങ്കിലും കവിതകളോ പാട്ടുകളൊക്കെ കയ്യിലുണ്ടോ? പാട്ടുകളൊക്കെ ഉണ്ട്. ആണോ? ഇന്ന് ഇപ്രാവശ്യം പാട്ടാക്കിയാലോ? കവിത മാറ്റിയിട്ട് ഒരു 4 ലൈൻ പാടാം. ഏതാ ഒരു പഴയ കാലത്തെ ഒരു പാട്ട്? ഒരു പാട്ട് പാടിക്കാം. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂടുപോലുള്ളൊരു 4 കലോലപ്പുരയുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. പഴയ കാലങ്ങൾ ഓർത്തൊക്കെ പഴയ കാലങ്ങൾ ഓർത്തോർത്ത് പാടുക ചെയ്തത്. ഉണ്ട്. ഒത്തിരി പാട്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ ഓരോ അവസരത്തില് പാടാം. ഓരോ കാര്യങ്ങളായിട്ട്. അതെ. അടുത്ത വീഡിയോ കുറച്ച് പാട്ടൊക്കെ പാടാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് സബോളയൊക്കെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് മല്ലിപ്പൊടി ചേർക്കാം. ഷിനോയി, ഞാനിപ്പം 4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് 3 സ്പൂൺ മുളക് പൊടി. 3 സ്പൂൺ മതി. 4 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി. അത് വരുമ്പോഴാണ് അതിന്റെ കറക്റ്റ്. അതെ. വേണ്ട, ഇത് കാര്യം കണക്ക് ചെയ്യാം. ഇനിയിപ്പം ഇത് 2 സ്പൂണാണ് ഗരം മസാല. 2 സ്പൂൺ ഗരം മസാല. അടുത്തത് കറിവേപ്പില. എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നല്ല ബീഫ്. ഇനി അടുത്തത് ബീഫ് ഇടാം നമുക്ക്. ബീഫ് വീട്ടിൽ നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ ഇതെല്ലാം കൂടെ മിക്സായി ഇപ്പോൾ നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മളിപ്പം മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം കൂടെ കൂടി കുക്കറിലിട്ട് വേവിച്ചെടുത്ത ബീഫാണ്. എന്നിട്ട് അമ്മച്ചിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് പെരിഞ്ചീരകം കൂടെ അതിനകത്ത് ചേർത്തിട്ടാണ് ബീഫ് വേവിച്ചിരിക്കുന്നത്. പെരിഞ്ചീരകം പൊടിക്കാതെ ചേർത്ത് മുഴുവനോടെ ചേർത്ത്. എന്തായാലും ആ ബീഫിൻ്റെ ഒരു നല്ലൊരു പകിട്ട് വന്നിട്ടുണ്ട്. വളർത്തിൻ്റെ റെഡിയാവും. കിടക്കുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ കേട്ടോ. അതെല്ലേ, നല്ല മണം വരുന്നുണ്ട്. അതെ. മേരിയമ്മയുടെ ബീഫ് പുലർത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മിക്സിങ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ കറക്റ്റ് നല്ല കളറിലും എല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് കുരുമുളക് പൊടിയും കൂടെ ഉണ്ടോ അല്ലേ? കുരുമുളക് പൊടിയും കൂടെ ലാസ്റ്റ് ഇടാൻ പോവുകയാണ്. കുരുമുളക് പൊടി ഇടണം. ലാസ്റ്റ് ഒരു സ്വല്പം ഗരം മസാലയും കൂടെ ചേർക്കുകയാണ്. അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് അത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ബീഫ് പുലർത്ത് റെഡി ആയിട്ടുണ്ട്. അമ്മച്ചി 2 പീസ് ബീഫ് ഇങ്ങോട്ട് ഇട്ടേ. നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? അതെ, ടേസ്റ്റ് നോക്കാം.
ബീഫ് നല്ല ചൂടായിട്ടിരിക്കുന്നത്, നല്ല വെന്ത് അടിപൊളി ബീഫ്. നമ്മുടെ കുരുമുളകിൻ്റെയും മസാലേൻ്റെയൊക്കെ എല്ലാം കൂടെ വന്നപ്പോൾ ഒരു നല്ല ബീഫ് എടുത്ത് ഇടയ്ക്ക് തേങ്ങാക്കൊത്താണ് കഴിയുക. തേങ്ങാക്കൊത്തും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ബീഫാണ്. എന്തായാലും വളരെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അമ്മച്ചിയുടെ ടേസ്റ്റ് ചെയ്ത് നോക്കി. നന്നായിട്ടുണ്ടല്ലേ? നല്ല ബീഫാണ്. സാധാരണ വെക്കുന്നതിനേക്കാളും നന്നായോ അതോ? നന്നായി, അതിൽ നന്നായിട്ടുണ്ട്. അപ്പം നല്ല സൂപ്പർ ബീഫ് ഉലർത്താണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നിങ്ങളും ട്രൈ ചെയ്യുക. ഇനി നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് അമ്മച്ചിനെ കണ്ട് വരുന്നതാണ്. അതുവരെ ബൈ പറഞ്ഞേക്കാം അല്ലേ? ഓക്കെ ഓക്കെ, ബൈ.